കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രാജസ്ഥാനിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ സ്റ്റേജിൽ സംസാരിക്കുന്ന വനിതയായ MLA താഴെ ഓഡിയൻസ് ഗാലറിയിൽ ഇരിക്കുന്ന ഒരാളെ ചൂണ്ടിയിട്ട് പറഞ്ഞു, അതാണ് എൻ്റെ ഭർത്താവ്. ഒരു സാധാരണ വീട്ടമ്മയായി ജീവിതം ആരംഭിച്ച പെൺകുട്ടി ഒളിമ്പ്യനായ തൻ്റെ ഭർത്താവ് ഒരു ഒഴിവ് ദിവസം ഭാര്യയോട് പറഞ്ഞ്, നീ എൻ്റെ കൂടെ മുറ്റത്തേക്ക് വാ, ഞാൻ നിന്നെ ചില ഒളിമ്പിക്സിലെ ചില ഐറ്റങ്ങളൊക്കെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ പെൺകുട്ടി അതെല്ലാം നിഷേധിച്ചു. എന്നാൽ ആ ഭർത്താവ് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ക്രമേണ ഇവര് ഒളിമ്പിക്സിലെ ചില ഐറ്റങ്ങളൊക്കെ പഠിച്ചെടുക്കുകയും അവർക്ക് സ്വയം ബോധ്യപ്പെടുകയും ചെയ്തു, ഒരു വീട്ടമ്മയ്ക്കപ്പുറം തനിക്കും പലത് ചെയ്യാനുണ്ട് എന്ന്. ആ ഭർത്താവ് തുടർച്ചയായിട്ട് അവരെ അതിന് പ്രാക്ടീസ് ചെയ്യിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് നടന്നതൊക്കെ ചരിത്രമായിരുന്നു. രാജ്യം പത്മശ്രീ കൊടുത്ത് അവരെ ആദരിച്ചു. ഒളിമ്പിക്സിൽ ഒരുപാട് റെക്കോർഡുകൾ ഭേദിച്ചു, ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടി. നിയമസഭാ ഇലക്ഷൻ വന്നപ്പോൾ രാഷ്ട്രീയ പാർട്ടി അവരുടെ പേര് നിർദ്ദേശിക്കുകയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും മികച്ച ഭൂരിപക്ഷത്തിൽ അവർ MLA ആവുകയും ചെയ്തു. അസൂയയും കുശുമ്പും തോന്നാത്ത, ഈഗോ വർക്കൗട്ടാകാത്ത ഒരു ഭർത്താവിന് മാത്രമേ തൻ്റെ കൂടെ ജീവിക്കുന്ന ഭാര്യയെ കൈപിടിച്ച് ഉയർത്തുവാൻ കഴിയൂ. തന്നേക്കാൾ തൻ്റെ ഭാര്യ വളർന്നാൽ തലയിൽ കയറിയിരുന്ന് നിരങ്ങും എന്നുള്ള ചിന്താഗതി മാറ്റിവെക്കണം. അങ്ങനെ നിരങ്ങാതിരിക്കണമെങ്കിൽ അവനായി തുടരുകയും ചെയ്യണം. ഭാര്യയും വളരട്ടെ. അങ്ങനെ രണ്ടുപേരും മികച്ച നിലകളിൽ വളരുമ്പോഴാണ് മികച്ച പാരമ്പര്യങ്ങൾ ഉണ്ടാകുന്നത്. നല്ല മാതൃകകൾ നമുക്ക് കണ്ടുപഠിക്കാം. താങ്ക് യു.